ഇനി ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽക്കാല് ഇതാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമ ഭാവത്തിലാണ്, 8ാം ഭാവത്തിലാണ് വ്യാഴവും സൂര്യനും. തൊഴിൽ രംഗത്തൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കത് ചില മാറ്റങ്ങൾ എടുക്കുകയും അതിനുവേണ്ട തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ട് വരികയും ഒക്കെ ചെയ്യും. ആദ്യത്തെ ഭാവത്തിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം എന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. 7ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. അത് വക്ര ബുധനാണ്. പങ്കാളിത്ത ബിസിനസ്സിലും മറ്റുമൊക്കെ, അതുപോലെ കരാറ്, രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടി ചെയ്യുന്ന പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. ചില ധാരണകളൊക്കെ തെറ്റിദ്ധാരണകളും ആകാനും അങ്ങനെ വന്നിട്ട് അത് തെറ്റിദ്ധാരണകളെ കൊണ്ടുണ്ടാകുന്ന പരസ്പര വിശ്വാസമില്ലായ്മയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രേഖകളൊക്കെ വളരെ വ്യക്തമായിട്ട് തയ്യാറാക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദേശ ബന്ധങ്ങൾ, ഗവേഷണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിയമം, അക്കൗണ്ടിങ്, ബാങ്കിങ് കാര്യങ്ങൾ, ഇൻഷുറൻസ് മുതലായിട്ടുള്ള മേഖലകളിലുള്ളവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിലൊക്കെ രേഖാപരമായിട്ടുള്ള ചില ന്യൂനതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടും. എന്നാൽ അത് ഒരു കടങ്ങളും മറ്റുമൊക്കെ ഒന്ന് പുനഃക്രമീകരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം വേണ്ടതാണ്. അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ടുണ്ടാകേണ്ട ലാഭം, ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് എതിരായിട്ട് വന്ന ബാങ്കിങ്ങിലോ ഇൻകം ടാക്സിലോ ഇൻഷുറൻസോ അതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തിലോ ഒക്കെ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അനുകൂലമായിട്ട് വരാൻ സാധ്യത ഉണ്ടാകും. റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ഇപ്പോൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി അത് പ്രവർത്തിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണക്രമം പാലിക്കുകയും രാത്രി വൈകി ഉറക്കം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ക്ഷീണം, കണ്ണിനും ഒക്കെ ചില ദുരിതങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ തുറന്ന് പരസ്പരം പറഞ്ഞ് അന്യോന്യം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരുടെ, അച്ഛനമ്മമാരുടെയോ ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് ശിവക്ഷേത്ര ദർശനം അഥവാ ദക്ഷിണാമൂർത്തിക്ക് വഴിപാടുകൾ നടത്തുക, അവിടെ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുക, ഇതൊക്കെയും. അതുപോലെ അന്നദാനം നടത്തുന്നതും ഗുരുപ്രീതികരമായിട്ടുള്ള, അതായത് വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്.